ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അപൂർവ സന്ദേശമുയർത്തി ഗുരുവായൂരിൽ സംഘടിപ്പിച്ച രാമഭക്ത സംഗമ ദേശീയ സെമിനാർ ശ്രദ്ധേയമായി. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിന്റെയും സായി സഞ്ജീവനി ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ടൗൺ ഹാളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സാന്നിധ്യവും അവതരണവും വലിയ ജനശ്രദ്ധ നേടി. ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ചാപ്റ്റർ മിഷണറിയും സത്യദൂതൻ മാസികയുടെ ചീഫ് എഡിറ്ററുമായ CP സുൽത്താൻ നസീർ അവതരിപ്പിച്ച പ്രബന്ധം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണെന്നും ഭാരതീയർ ആദരവോടെ കാണുന്ന ശ്രീരാമൻ്റെ ചരിത്രത്തെയും മഹത്തായ അധ്യാപനങ്ങളെയും നിരാകരിക്കാനാവില്ലെന്നും അദ്ദേഹം പ്രബന്ധത്തിൽ വ്യക്തമാക്കി. നീതി, സത്യസന്ധത, മാതാപിതാക്കളോടുള്ള അനുസരണം, ഏകദൈവ വിശ്വാസം തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹത്തായ വ്യക്തിത്വമായിരുന്നു ശ്രീരാമനെന്നും വിവിധ ജനവിഭാഗങ്ങളിലേക്ക് ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന ഖുറാനിക സന്ദേശവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദൈവാനുരാഗത്തിൻ്റെ അമൂർത്തമായ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയും മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം കണ്ടെത്തുകയും ദൈവിക ഗുണങ്ങൾ സ്വായത്തമാക്കുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ദിവ്യ പുരുഷന്മാരുടെ ആഗമനം ലോകത്ത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത്. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം സ്നേഹവും കരുണയും അനുകമ്പയും ത്യാഗവും ധർമ്മനിഷ്ഠയുമായിരുന്നു. കാരണം ശ്രീരാമചന്ദ്രൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് അയോധ്യ എന്നാണ്. അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധങ്ങളില്ലാത്ത ഭൂമി, യുദ്ധങ്ങളില്ലാത്ത നാട് എന്നാണ് ഒരു ഭാഷാ പണ്ഡിതൻ എനിക്ക് പറഞ്ഞു നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ നിയോഗലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരും യഹൂദരും യേശുവിനോട് ചോദിച്ചു, നീ യഹൂദർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണ് എങ്കിൽ നിൻ്റെ കിരീടം എവിടെ? നിൻ്റെ ചെങ്കോലെവിടെ? നിൻ്റെ ഭരണമെവിടെ? അവർക്ക് ആ മഹാത്മാവ് നൽകിയ മറുപടി, എൻ്റെ ചെങ്കോൽ അല്ലെങ്കിൽ എൻ്റെ ഭരണം അത് ആകാശീയമാണ് എന്നുള്ളതാണ്. സെമിനാറിനോടനുബന്ധിച്ച് ഗുരുവായൂർ ടൗൺ ഹാളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ ഒരുമിച്ച് നിർവഹിച്ച മഗ്രിബ് നമസ്കാരവും സദസ്സിൻ്റെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. മതസൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ശക്തമായ സന്ദേശമായാണ് പലരും ഇതിനെ വിലയിരുത്തിയത്. പരിപാടിയിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ജമാഅത്ത് പ്രതിനിധികളും ചേലക്കരയിൽ നിന്നുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് റിയാസ് അഹമ്മദ്, മൗലവി മുഹമ്മദ് സലീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും സന്നിഹിതരായിരുന്നു. You are watching VCV News.